പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സാധാരണ സർക്കാർ ആശുപത്രിയിലൊക്കെ പോയാലേ അത്യാവശ്യം സാധനങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും എന്നതിനും അപ്പുറത്തേക്ക് വലിയ തുകയൊന്നും ഈടാക്കാറില്ല എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. എന്നാൽ കൊച്ചിയിൽ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചത്. ശസ്ത്രക്രിയയ്ക്കായി രോഗിയിൽ നിന്ന് തുക ഈടാക്കി എറണാകുളം ജനറൽ ആശുപത്രി എന്നൊരു ആരോപണം. തൃപ്പൂണിത്തുറ സ്വദേശി ബി സുരേഷിനാണ് 15,000 രൂപയുടെ ബില്ല് വന്നത്. ആവശ്യമുള്ള മെഡിക്കൽ കിറ്റ് വാങ്ങി നൽകിയിരുന്നുവെന്നും സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഗണിക്കണമെന്നും രോഗിയുടെ ബന്ധു പറഞ്ഞു. HDS നിശ്ചയിച്ച തുകയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. കേൾക്കാം. ടെന്റ് മേടിച്ചു കൊടുത്തത് പുറത്തുനിന്നാണ്. അത് കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മളൊന്ന് കാണാൻ വേണ്ടി അകത്തോട്ട് വിളിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആദ്യം എടുത്തു തന്നത് ഈ ബില്ല 15,000 രൂപ. ഒരു ചീട്ട് ബില്ല് നല്ലൊരു റെസീറ്റ് പോലെ ജസ്റ്റ് ഒന്ന് എഴുതി തന്നിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് ഒരു കിഡ്നിക്ക് 7,500 വെച്ചിട്ട് 2 കിഡ്നിയുടെ 15,000 രൂപ അടക്കണം. അത് ഡിസ്ചാർജിന് മുമ്പ് അടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, ഇനി ഡയാലിസിസ് വേണ്ടി വരില്ല, യൂറിനിപ്പോൾ പോകുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വാർഡിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് വാർഡിലോട്ട് മാറ്റണമെങ്കിൽ ഈ 15,000 രൂപ അടച്ച റെസീറ്റ് കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. നമ്മളെപ്പോലുള്ളവർക്ക് ഒന്നും ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ 10-30,000 രൂപ മേലെ ആയി. സ്റ്റഡ് മാത്രമല്ല, ഇവിടെ എല്ലാത്തിനും പൈസയുണ്ട്. സ്കാനിങ്, ബ്ലഡ്, സാധാരണ BPL കാർഡുകാർക്ക് ബ്ലഡൊക്കെ ഫ്രീ ടെസ്റ്റ് എന്നാണ് കേട്ടിട്ടുള്ളത്. കളം കാർഡുള്ളതാണ്. അതെ, BPL കാർഡാണ്. പ്രൊസീജിയർ കോസ്റ്റ് ആയിരിക്കും. പ്രൊസീജിയർ അതെന്താണ് ഡോക്ടർ? അത് അവിടെ ചാർജ് തീരുമാനിച്ചിട്ടുണ്ട്. HDS തീരുമാനിച്ച ചാർജ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തീരുമാനിച്ചത്. ചില സർജറിക്ക് ചാർജ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് വെളിയിലൊക്കെ 4-5 ലക്ഷം രൂപ വന്ന സർജറിയാ. മനസ്സിലായി. അത് പൈസ ആക്കി ചിലർക്ക് പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഇത് HDS തീരുമാനിച്ച കോസ്റ്റ് ആണല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഈ തുക. ഈ തുക HDS ചാർജിങ് പാറ്റേൺ അല്ലേ. ബ്ലഡ് നമ്മള് BPLകാർക്ക് ഫ്രീ ആണെങ്കിലും പുതിയ പുതിയ ടെസ്റ്റുകൾക്ക് ചാർജ് ഈടാക്കുന്നുണ്ട്. എല്ലാ ആശുപത്രി കേരളത്തിലെ എല്ലാ ആശുപത്രികളും ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചാർജ് ഈടാക്കുന്നുണ്ട്. റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചാർജ് തീരുമാനിച്ചിട്ടുള്ളത്. HDS അപ്രൂവ് ചെയ്ത് തീരുമാനിച്ച ചാർജ് തന്നെയാണ്. ആ ചാർജ് കേരളത്തിലെ അംഗങ്ങളും എല്ലാ ആശുപത്രികളും ഈടാക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കുമല്ലോ. മിക്കവാറും ആശുപത്രികളിലൊക്കെ ഇത്തരം ചില അപൂർവ ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികളിൽ ചെറിയ ഒരു പ്രൊസീജിയറൽ കോസ്റ്റ് ഈടാക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി HDS ആണ് അത് പിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഈ രോഗി ഒരു BPL വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അപ്പം BPL വിഭാഗത്തിൽപ്പെട്ട ആളിൽ നിന്നും ഇത് പിരിക്കാമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഗുഡ് മോർണിംഗ്. സജു, BPL കാറ്റഗറിയിൽപ്പെട്ടയാളാണ് നമ്മുടെ ഈ പേഷ്യന്റ്. 2 ശസ്ത്രക്രിയകളാണ്. ശസ്ത്രക്രിയകൾ മേജർ ശസ്ത്രക്രിയകൾ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ BPL വിഭാഗത്തിൽപ്പെട്ട ആളിൽ നിന്ന് എങ്ങനെയാണ് പിരിക്കുക എന്നുള്ളതല്ലേ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. സജു, ഡോക്ടർ അരുൺകുമാർ, നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം, നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനം സാധാരണക്കാർക്ക് വലിയ ആശ്രയമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എറണാകുളം ജനറൽ ആശുപത്രിയിലും മികച്ച സേവനങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ആക്ഷേപമൊന്നുമില്ല. ഇവിടെയും ഒരു 70-കാരനായ രോഗിയാണ്. അദ്ദേഹത്തിന് മൂത്രാശയ സംബന്ധമായ പ്രശ്നമാണ്, കിഡ്നി സംബന്ധമായ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായ സർജറിയാണ് ആവശ്യമായി വന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയൊരു തുക പിരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് അത്ഭുതം കൂറേണ്ട കാര്യമില്ല. HDS നിശ്ചയിച്ച തുകയാണ് എന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു സാധാരണക്കാരനായ രോഗിയാണ്. അവരുടെ കുടുംബം പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് തന്നെ ആദ്യം മെഡിക്കൽ കോളേജിൽ പോയി പിന്നീട് കാത്തിരുന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഇതെല്ലാം പുറത്തുനിന്ന് ഈ മെഡിക്കൽ കിറ്റും മറ്റ് സ്റ്റെൻറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങി നൽകുന്നതിന് തന്നെ 8,000 രൂപയോളം ചെലവഴിച്ചു. അങ്ങനെ എല്ലാം കൂടി ഒരു 30,000 രൂപയാകുന്നുണ്ട്. അതിന് ഈ 15,000 രൂപയും കൂടി ചേർത്താൽ അങ്ങനെ ഇരിക്കുകയാണ് 15,000 രൂപയുടെ ബില്ല് വന്നത്. അത് ഒഴിവാക്കി കൊടുക്കാറുണ്ട് എന്ന് സൂപ്രണ്ട് പറയുന്നുണ്ട്. ഇവർ പലരോടും ചോദിച്ചു, ഇവർക്ക് അറിയില്ല ഇത് ആരോട് ചോദിക്കണം, ആരോട് പറയണം എന്നറിയില്ല. ഈ തുകയൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ വലിയ ആശ്വാസമാകും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരോട് ചോദിക്കണം, ഞങ്ങൾ BPL ആണ് എന്ന് കാർഡൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോൾ, പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ഈ തുക പൊതുവായി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മറുപടി. അതായത് പുറത്ത് വലിയ തുക ചെലവാകും, ഇവിടെ പ്രോബും മറ്റുമൊക്കെ വാങ്ങിക്കാൻ വലിയ ചെലവുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ തുടർ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവിടെയുള്ള മറ്റ് ഇതുപോലെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ചെലവുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു തുക നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. അത് നിയമപരമാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്ന കാര്യം. പക്ഷേ ഇതുപോലുള്ള സാധാരണക്കാർ വരുമ്പോൾ അതിനൊരു പൊതുവായ സംവിധാനം വേണ്ടേ, അതിനൊരു മാനദണ്ഡം വേണ്ടേ, അല്ലെങ്കിൽ BPLകാർക്ക് സൗജന്യമാക്കി കൊടുക്കുകയെങ്കിലും വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചാൽ ഇവർക്ക് ഇത് ആരോട് ചോദിക്കണം, സൂപ്രണ്ടിന്റെ അടുത്ത് പോയി അപേക്ഷ എഴുതി കൊടുക്കണമോ, അല്ല ഇത് ആരോടാണ് പറയേണ്ടത് എന്നെല്ലാമുള്ള സംശയങ്ങളാണ് ഇവരെ നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
അതിനൊരു പൊതുവായൊരു മാനദണ്ഡം ഉണ്ടാക്കുകയും അങ്ങനെ സാധാരണക്കാരായ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സംവിധാനം ഒരുക്കുകയും ഒക്കെ ചെയ്താൽ ഇതുപോലെ പ്രയാസപ്പെടേണ്ടി വരില്ല. പെട്ടെന്ന് ഈ മറ്റ് ചിലവുകളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ രീതിയിൽ എല്ലാ ആശുപത്രികളിലും പോലെ സ്കാനിങ്ങിനും അതുപോലെ ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ മറ്റ് തുക ചെലവാകും. പുറത്തുനിന്ന് മെഡിസിൻ വാങ്ങിക്കേണ്ടി വരും. സെന്റ് ഉൾപ്പെടെ മെഡിക്കൽ കിറ്റ് ഉൾപ്പെടെ ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ടി വരും. അതിനുവേണ്ടി ഒരു പ്രത്യേക ചെലവുണ്ട്. ബൈസ്റ്റാൻഡർ ഒക്കെ ആയി വരുന്നവരുടെ ചെലവുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയൊരു തുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ലും കൂടി ചേർത്താൽ, അതായത് ഈ 15,000 രൂപയും കൂടി ചേർത്താൽ വലിയൊരു തുക വരും. അപ്പോൾ അവർക്കൊരു ആശ്രയമാകാൻ കഴിയുന്ന ഒരു തീരുമാനം വേണ്ടേ എന്നാണ് ഇതിൽ പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് ഈ സൂപ്രണ്ടും ആശുപത്രി അധികൃതരും ഒക്കെ ഇടപെട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. താങ്ക് യു സജോയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് ഒരിളവ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. BPL കാറ്റഗറിയിലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ 15,000 രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. BPL കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ലേ. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു മോശമായ അവസ്ഥയിലായിരിക്കുമല്ലോ ഇത്തരം ശസ്ത്രക്രിയയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ 30,000 രൂപയോളം ചിലവായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് 1,000 രൂപ താഴെ അല്ലേ, 900 രൂപ കിട്ടുന്നു എന്ന് കരുതുക. 15,000 രൂപ ഉണ്ടാക്കാൻ എത്ര ദിവസം ആ മനുഷ്യൻ പണിയെടുക്കണം?